ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അല്ലെ, മറ്റുള്ളവർ അവര് ഗഫ്ലത്തിലാണ്, അവര് പുറത്തു കൂടെയുള്ള പ്രവർത്തനങ്ങൾ കണ്ട് പറയുമ്പോൾ എനിക്കൊന്ന് അതിനേക്കാളും കുറച്ചും കൂടെ കറക്റ്റ് ആവുക അവര് ലഹ്വിലാണെന്ന് പറയലായിരിക്കും. അള്ളാഹു അഅലം. ഓക്കെ, ഗഫ്ലത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം നമ്മൾ ഗഫ്ലത്തിലാണ് പലപ്പോഴും അല്ലെ. നമ്മളുടെ ഹൃദയങ്ങൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പല അലാറങ്ങളെയും, പ്രത്യേകിച്ച് ഹൃദയമില്ലായ്മയെ കുറിച്ചുള്ള അലാറങ്ങൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അള്ളാഹു കാക്കട്ടെ. ആമീൻ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ലഹ്വും ഗഫ്ലത്തും സുബ്ഹാനല്ലാഹ് രണ്ടും എന്താക്കും, ആ ഒരു അള്ളാഹുവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അതിനെ ഹാർഡൻ ചെയ്യും, കടുത്തതാക്കും. സുബ്ഹാനല്ലാഹ്. ആൻഡ് ഈ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്ത കൂടിക്കൂടി അത് നമ്മളെ ഹൃദയത്തിനെ കറപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, വഴികേടിലാക്കും, അഴിമതിയിൽ അല്ലെങ്കിൽ തിന്മയിലാക്കിക്കൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് അവഗണിക്കും. അതായത് ലഹ്വിലാകുമ്പോൾ, അതായത് ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് അവഗണിക്കും. അതിനിഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് ഹൃദയത്തിന് എന്താണോ ഇഷ്ടം അതിലേക്ക് കൂടുതൽ എത്തും. അള്ളാഹിന്റെ കൽപ്പനകളെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ഒരു ചിന്തയും കൂടാതെ ഈസി ആയിട്ട് അള്ളാഹിന്റെ കൽപ്പനകളെ കുഴപ്പമില്ല, അന്നത്തെ കാലത്ത് നടക്കൂല എന്നുള്ള രീതിയിൽ അങ്ങനെ അത് ബ്രേക്ക് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും. കാക്കട്ടാമി. അങ്ങനെ നമ്മൾ ആ ഒരു ഗഫ്ലത്ത്, ലഹ്വിലൂടെ ഗഫ്ലത്ത് വളർന്ന് വളർന്ന് മെല്ലെ മെല്ലെ ഇബാദത്തിലുള്ള ആ ഒരു മാധുര്യമൊക്കെ നഷ്ടപ്പെടും. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നതിലെ നല്ല മാധുര്യങ്ങൾ അനുഭവിച്ച ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് എത്തിയിട്ടാണ് അല്ലെ റമളാന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നമുക്കൊരു ഫ്രീ കൂപ്പൺ കിട്ടിയത് കൊണ്ട് നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തിയതാണ്. ഇപ്പൊ നമ്മളെ കയ്യിൽ ആ ഫ്രീ കൂപ്പൺ ഇല്ല. അപ്പൊ ഈ മാധുര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുക തന്നെ വേണം, ഗഫ്ലത്തിലായി പോവാതിരിക്കാൻ വേണ്ടി. നമ്മളുടെ ഉള്ളിലുള്ള ഈ എറർ അലർട്ടൊക്കെ അടിക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മളെ ഹൃദയത്തിനെ അള്ളാഹുലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു 3 മിനിറ്റ് ഹൃദയം ഉള്ള ഒരു ദ്വാ അല്ലെ, ഹൃദയമുള്ള അള്ളാഹുമായിട്ടുള്ള ഒരു സംസാരം മതി നമ്മളെ തിരിച്ചതിലേക്ക് കൊണ്ടുവരാൻ. പക്ഷെ അതിന് നമുക്ക് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞാലും അല്ലെ, നമ്മളെ ചിന്തകളിലൂടെ പോയാലും നമുക്ക് അത് അള്ളാഹിന്റെ അടുത്തൊന്നും പറയാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഹൃദയം എന്താവും, ഈ ദുനിയാവിൽ മാത്രമാവും സന്തോഷം. ഈ ദുനിയാവിൽ നമ്മളുടെ ഹൃദയത്തിന് എവിടേക്കാണോ ആങ്കർ ചെയ്ത് വെച്ചിട്ടുള്ളത്, എവിടേക്കാണോ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിലാവും സന്തോഷം. അങ്ങനെ മെല്ലെ അള്ളാഹുവിന് എന്തൊക്കെയാണോ ദേഷ്യമുള്ളത് അതിലേക്ക് നമ്മൾ പോലും അറിയില്ല, നമുക്ക് മനസ്സിലാവുകയില്ല. ചിലരൊക്കെ ശരിക്കും സുബ്ഹാനല്ലാഹ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവർ ചെയ്യുന്നത് തെറ്റാണെന്ന്, ഇവർ പറയുന്നത് തെറ്റാണെന്നല്ലേ. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് തോന്നുന്നുണ്ടാവും, മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചും തോന്നുന്നുണ്ടാവും, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ കാണുമ്പോൾ. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്ക് മനസ്സിലാവില്ല അത് നമ്മളതൊരു തിന്മയിൽ എത്തിയിട്ടുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. അത് ഭയങ്കര ഒരു ട്രാപ്പാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് അള്ളാഹു തള്ളിയിടും. സുബ്ഹാനല്ലാഹ്. പിന്നെ പരലോകം എന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു ഹൃദയത്തിന്റെ വലിയൊരു പ്രശ്നമൊന്നും അല്ലാണ്ടായി മാറും. ചിലപ്പോൾ സംസാരത്തിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഹൃദയത്തിന്റെ വലിയൊരു പ്രശ്നമല്ലാതായി മാറും. അങ്ങനെ സമയം പോകെ പോകെ മെല്ലെ മെല്ലെ വിശ്വാസം നഷ്ടപ്പെട്ട് നമ്മൾ ആ ഈമാന്റെ ഹദീസ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ, കുറച്ച് കുറച്ചായിട്ട് രാത്രികളിൽ എടുത്തെടുത്ത് അവസാനം ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അള്ളാഹു കാക്കട്ടെ. ആമീൻ. അങ്ങനെ മെല്ലെ മെല്ലെ ആ ഹൃദയം അള്ളാഹുവിനെ പരസ്യമായിട്ട് എതിർക്കാനും അള്ളാഹുവിന്റെ ഹിക്മത്തിനെ വിമർശിക്കാനും ഒക്കെ തുടങ്ങും. അപ്പം ഗഫ്ലത്തിന് നമ്മളുടെ ഹൃദയത്തെയും ജീവിതത്തെയും പിടിച്ചടക്കാനുള്ള അവസരം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്. നമ്മൾ വർക്ക് ചെയ്തേ മതിയാവും. സുബ്ഹാനല്ലാഹ്. ഗഫ്ലത്തിന്റെ ഏറ്റവും വലിയ അപകടം എന്താന്ന് വെച്ചാല് ആ മൂപ്പര് ഒളിഞ്ഞും മറഞ്ഞും ഒക്കെയാണ് നമ്മളിലേക്ക് എത്തുക. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, കാരണം നമ്മൾ ജീവിതത്തിന്റെ തിരക്കിലായിരിക്കും, പല ഡിസ്ട്രാക്ഷൻസിലായിരിക്കും. ഓരോരുത്തർക്കും അല്ലെ ജീവിതത്തിൽ ഇങ്ങനെ സിറ്റുവേഷൻസ് മാറി മാറി വരും, പല തിരക്കുകളിലും നമ്മൾ പെട്ടുപോകും. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മൾ പോലും അറിയാതെ ഗഫ്ലത്ത് നമ്മളിലേക്ക് കയറി വരും. വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഗഫ്ലത്ത് നിന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ അല്ലെ എക്സ്റ്റേണലി പ്രത്യക്ഷത്തില് ഇബാദത്തുകൾ ചെയ്യായ്മയല്ല ഗഫ്ലത്ത്, ഹൃദയം അള്ളാഹുവിൽ ഇല്ലാതിരിക്കലാണ് ഗഫ്ലത്ത്. നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മളെ കൈയും കാലും കൊണ്ടൊക്കെ പലതും ചെയ്യുന്നുണ്ടാവും, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവും, ആളുകൾ നമ്മൾ സ്തുതിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ ഹൃദയം അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഗഫ്ലത്താണ്. അത് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് കയറി വരും, നമ്മളുടെ തിരക്കുകളിൽ, നമ്മളുടെ ഡിസ്ട്രാക്ഷൻസിൽ. പലപ്പോഴും അല്ലേ രാത്രികളിലൊക്കെ നമ്മൾ നല്ല അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ട് നല്ല കണക്റ്റഡ് ആയിട്ട് പകലിങ്ങോട്ട് ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലിയിലേക്ക് കയറുമ്പോൾ നമ്മൾ പോലും അറിയാതെ അത് നമ്മളെ പിടിക്കും. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും, റബ്ബേ എന്റെ ഇത്രയും ദിവസം ഇബാദത്തൊക്കെ എന്തായിരുന്നു, ഞാൻ നിസ്കരിക്കുന്നുണ്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ ഫർള് ഒഴിവാക്കിയിട്ടില്ല, സുന്നത്ത് ഒഴിവാക്കിയിട്ടില്ല, എന്നാലും ഞാൻ എവിടെയായിരുന്നു, എന്റെ ഹൃദയം എവിടെയായിരുന്നു, എന്റെ ഈമാനെ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ബോധമുദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഈമാനെ വീണ് കൊടുക്കാൻ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയങ്ങളെ ഖസത്ത് ഖുലൂബുക്കും എന്ന് പറഞ്ഞ പോലെ ഹാർഡായിട്ട് മാറിയിട്ടുണ്ടാവും.
നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരു സിനിക്കൽ, അതായത് എന്താ പറയാ, ദോഷിക ദൃക്ക് എന്നൊക്കെ പറയില്ലേ, എല്ലാത്തിലും കുറ്റം കണ്ടു പിടിക്കുക, എല്ലാരെ കുറിച്ച് നെഗറ്റീവ് പറയാ, അല്ലെങ്കിൽ ഒന്നിനെ ഒരു പോസിറ്റീവ് ചിന്തയില്ലാതെ, ഒപ്റ്റിമിസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക്. കാരണം അള്ളാഹുവില് നമ്മളുടെ ഹൃദയം ഇതാണെങ്കിൽ ഈ പറഞ്ഞതൊന്നും ഉണ്ടാവില്ല, ഒന്നിലും നമുക്ക് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. പോസിറ്റീവ് ചിന്ത ഇല്ലാതിരിക്കൂല. അപ്പൊ നമ്മൾ പോലും അറിയാണ്ട് നമ്മളിൽ നിന്ന്, അതായത് അതിന്റെ അടുത്തടുത്ത ലെവലുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ അറിയാതെ നമ്മൾ ഈമാൻ നമ്മളെ സ്ലിപ്പായിട്ടുണ്ട്, നമ്മളെ ഇബാദത്തുകളിൽ നിന്ന് ഹൃദയം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഹൃദയം കുറച്ച് കടുത്തു വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എല്ലാത്തിനെയും നെഗറ്റീവ്, എല്ലാത്തിന്റെ കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകളോ, എല്ലാത്തിലും അതായത് ഒപ്റ്റിമിസം ഇല്ലാതെ പോസിറ്റീവ് അല്ലാത്ത ആളുകളായിട്ട് മാറും. എന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് ചില തിന്മകളിലേക്ക് ഇങ്ങനെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് മാറും. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഐഹികമായിട്ട് മാറും. സുബ്ഹാനല്ലാഹ്. ഐഹികമായിട്ടുള്ള പല കാര്യങ്ങളോടുമുള്ള ഇഷ്ടം, പലതും വാങ്ങിക്കൂട്ടാനും പലതും എൻജോയ് ചെയ്യാനുമുള്ള ഇഷ്ടം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാക്കട്ടെ. ആമീൻ. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു രോഗത്തിനെ കണ്ടുപിടിക്കാൻ പറ്റിയ അത്രയും പെട്ടെന്ന് നമുക്ക് ട്രീറ്റ് ചെയ്യാം. സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഡെയിലി നമസ്കാരങ്ങൾ 5 നേരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന നമസ്കാരങ്ങൾ ഇതിനുള്ളതാ. ഓരോ സമയവും നമ്മൾ വിചാരണ ചെയ്തിട്ട് നഷ്ടപ്പെട്ട ഹൃദയത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ. എന്നാൽ നമ്മൾ ഈ 5 നേരത്തെ നമസ്കാരവും അതിന് മുമ്പും ശേഷമുള്ള റവാത്തിബുകളും അതിന്റെ പുറമേയുള്ള പല സുന്നത്തുകളും ഹൃദയം ഇല്ലാതെ കറക്റ്റ് നമ്മൾ ചെയ്തു തീർക്കും. അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഓരോ പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ തിരിച്ചറിവ് തരുന്നുണ്ടെങ്കിൽ അത് അള്ളാന്റെ കാരുണ്യം, സത്യമായിട്ട് അള്ളാന്റെ കാരുണ്യം. അള്ളാഹ് നമുക്ക് ഈ തിരിച്ചറിവ് വീണ്ടും 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 തന്നിട്ട്, ബനു ഇസ്രായേലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അവസരങ്ങൾ പോലെ തന്നിട്ട് വീണ്ടും 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 അഹങ്കാരം കാണിച്ച് ഹൃദയത്തിനെ തിരിച്ചു കൊണ്ടുവരാത്ത ഇബാദത്തുകളിൽ അഹങ്കരിച്ച് നമ്മൾ മുന്നേറിയിട്ട് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞാൽ ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനം എന്താ? ഒരു സമയമാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അങ്ങോട്ട് മറന്നു പോകും. ഹൃദയം ഉണ്ടാവേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മൾ മറന്നു പോകുന്നു. മാത്രമല്ല, നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പല ലെവലുകളിലേക്ക് മാറും. ഹൃദയം ഹാർഡാവുന്നതും ഈമാൻ നഷ്ടപ്പെടുന്നതും തിന്മകളിലേക്ക് അടുക്കുന്നതും ഐഹികത്തിലേക്ക് അടുക്കുന്നതിലേക്കൊക്കെ നമ്മൾ എത്തിയാലും നമുക്ക് മനസ്സിലാവില്ല. അപ്പോഴും ഒരുപക്ഷെ നമ്മൾ ഈ ഫീൽഡിൽ കത്തി നിന്നുകൊണ്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാക്കട്ടെ. ആമീൻ. ഓക്കെ. അപ്പൊ നമ്മള് ചെക്ക് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളുടെ ഗഫ്ലത്ത് എവിടെ നിന്നൊക്കെയാണ് ഉണ്ടാവുന്നത് അവിടെ നിന്നൊക്കെ അതിനെ കട്ട് ചെയ്ത് മാറ്റാൻ. സുബ്ഹാനല്ലാഹ്. ഖുർആന്റെ ഡെയിലി ഖിറാഅത്ത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. വീണ്ടും ഞാൻ പറയാണ്, ഹൃദയത്തോടു കൂടിയുള്ള. കാരണം നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാരണത്താൽ ഖുർആൻ ഓതുന്ന ആളുകളാണ് അല്ലെ. അത് ചിലപ്പോൾ നമ്മുടെ ഡെയിലി സുന്നത്തുകൾ മീറ്റ് ചെയ്യാനായിരിക്കാം, രാവിലെയും വൈകുന്നേരവും അതിനിടയ്ക്കുള്ള ലൈക്ക് ഒരു ദിവസം നിർബന്ധമായിട്ട് ഓതി തീർക്കേണ്ട സൂറത്തുകളും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഖത്തം തീർക്കാനുള്ളതും, ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ളതും അല്ലെ, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഹൃദയം അവിടെ ഉണ്ടാവില്ല. അപ്പം ഖുർആൻ ദിവസവും നമ്മൾ വായിക്കും തോറും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിലുള്ള ലെസൺസ് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിലേക്ക് അത് നമ്മൾ ഓർമ്മപ്പെടുത്തണം. അതെ, റമദാനിൽ സുബ്ഹാനല്ലാഹ് നമ്മൾ കഴിഞ്ഞ ആ ഒരു വിലയിരുത്തൽ ക്ലാസ്സിൽ നമ്മൾ അനുഭവിച്ച പല അനുഭൂതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഖുർആനിലെ ഖിറാഅത്ത് എത്രത്തോളം നിങ്ങളെ തഖ്വയെ സഹായിച്ചു എന്ന്. അപ്പം ആ ഖുർആനിൽ നിന്ന് തഖ്വയിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥയിലുള്ള പാരായണങ്ങൾ എത്ര ഷോർട്ട് ആണെങ്കിലും, കാരണം ഷോർട്ടിൽ നിന്ന് തുടങ്ങിയാൽ നമുക്ക് ലോങ്ങിലേക്ക് എത്താൻ പറ്റുള്ളൂ, കാരണം നമ്മൾ അത് ചെയ്ത് ശീലിച്ചിട്ടുള്ള ആളുകളല്ല. അപ്പൊ എത്ര ഷോർട്ട് ആണെങ്കിലും അത് ചെയ്ത് 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 ഡെയിലി ഖുർആൻ പാരായണം ചെയ്ത് അതിൽ നിന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിലെ ലെസൺസ് ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളിലൊക്കെ കയറുന്നത് നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. ടീച്ചേഴ്സ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു സുഖമാണ്, അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലാവും, നമ്മളെ ഹൃദയം വേറെ വഴിക്ക് പോകും അല്ലെ. പകരം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഖുർആൻ എടുത്ത് വെച്ച് പാരായണം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ തദബ്ബുർ ചെയ്യുമ്പോൾ അതിൽ എൻ്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം എന്ന് തോന്നുമ്പോൾ അത് വളരെ കുറച്ചാണെങ്കിലും അതിന് കുറച്ചും കൂടെ ഒരു എഫക്റ്റീവ് ആയിരിക്കും. കാരണം നമ്മളും അള്ളയും തമ്മിലുള്ള കണക്ഷനാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താക്കണം, ഈ ഒരു ഗഫ്ലത്തിലേക്ക് എത്തുന്നതിനെ എല്ലാത്തിനെയും തടയിടണം. ഗഫ്ലത്തിലേക്ക് അതായത് അള്ളാഹു ഹൃദയത്തിന് ബോധപൂർവം നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ. പള്ളികള് വിസിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പള്ളികൾ സന്ദർശിക്കുകയും അവിടെയുള്ള സ്റ്റഡി സർക്കിൾസിൽ പങ്കെടുക്കുകയും അത് ചെയ്യുക. കുടുംബത്തെയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുക. സച്ചരിതരുടെ കമ്പനികൾ അല്ലെ, അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ അതെടുക്കുക. അങ്ങനെ ഓരോ ദിവസവും അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ട് ഓരോ ഇത്തിരി 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 അധികം ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
നമ്മൾ ക്ലോസ് ആവും, വീണ്ടും വീണു പോകും, വീണ്ടും ഒരു 4 പടി മുന്നോട്ട് പോകും, പിന്നെയും നമ്മൾ ക്ലോസ് ആവും, പിന്നെ ഒരു 8 പടി മുന്നോട്ട് പോകും. നമ്മൾ അറിയുന്നില്ല നമ്മൾ ഗഫ്ലത്തിൽ പെടുന്നത്. എന്നിട്ട് നമ്മൾ ചുറ്റുപാടുള്ള ഒരു ഗഫ്ലത്തിലാണല്ലോ എന്നുള്ളത് എണ്ണ എടുത്ത് നടക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇത്രയും കെയർഫുൾ ആയിട്ട് നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോ നമസ്കാരവും നമുക്ക് ഗഫ്ലത്തിലായി ഹൃദയമില്ലാതെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ അടുത്ത നമസ്കാരം നമ്മൾ തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ എന്നോടും കൂടെ ഓർമ്മിപ്പിക്കുക കേട്ടോ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ. അപ്പൊ നമ്മളെ നമസ്കാരങ്ങൾ നമ്മളെ ഹൃദയത്തിന് വേണ്ടി തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ ഖിറാത്തുകൾ നമ്മളെ ഹൃദയത്തോടു കൂടി തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ ദുആകൾ നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ മെല്ലെ മെല്ലെ ഈ ഗഫ്ലത്ത് നമ്മുടെ ഹൃദയത്തിനെ കൺസ്യൂം ചെയ്യും. ഒരു പക്ഷെ ലഹ്വിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളായിരിക്കാം നമ്മൾ, ഒരുപാട് ദുനിയാവായിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ മാറിയിട്ട്, അല്ലെ? പക്ഷെ ഗഫ്ലത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഗഫ്ലത്തിൽ തന്നെയാണ്. കാരണം ഹൃദയമില്ല പലപ്പോഴും, അവയവങ്ങളും ബാക്കി ശരീരം മൊത്തം ഉണ്ട്, ഹൃദയമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെയുള്ള പ്ലാനുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള പ്ലാനുകൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ മെല്ലെ മെല്ലെ അള്ളാഹുവിനെ മറക്കുന്ന, എന്നാൽ നമുക്കുള്ളൂ നമ്മൾ അള്ളാഹിനെ മറക്കാത്ത ആൾക്കാരാണ് എന്ന് പറയും, കൈകൊണ്ടും കാലുകൊണ്ടും, അല്ലെ? പക്ഷെ ഹൃദയം കൊണ്ട് അള്ളാഹിനെ മറക്കുന്ന, അള്ളാഹുമായിട്ട് കണക്ഷൻ കിട്ടാത്ത, അള്ളാഹുമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത, അള്ളാഹുവിന്റെ സംസാരം കേൾക്കാൻ പറ്റാത്ത ആളുകളായിട്ട് മെല്ലെ മെല്ലെ ഒരു കല്ലിനേക്കാൾ കടുപ്പം. കാരണം കല്ലിന്റെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അതിന് പോലും തുറവികൾ ഉണ്ടെന്ന്. കല്ലിനേക്കാൾ കടുപ്പമുള്ള ഒരു ഹൃദയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. നമുക്കത് മനസ്സിലാവില്ല. കാരണം പുറത്തു കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമാണെന്നൊക്കെ തോന്നും, നമുക്ക് പോലും മനസ്സിലാവില്ല നമ്മൾ കടുത്തു പോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളും നമ്മളുടെ റബ്ബും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഒരിക്കലും ഗ്രോ ചെയ്യാൻ, വളരാൻ അനുവദിക്കരുത്. ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്നത് കുറച്ചു നേരം മാറിയിരുന്ന് ഹൃദയമുള്ള ദുആ, അല്ലാഹ് എനിക്ക് ഈ ഗ്യാപ്പ് താങ്ങാൻ പറ്റൂല റബ്ബേ, നീ ഞാൻ തമ്മിലിങ്ങനെ ഒരു ഗ്യാപ്പ് വേണ്ട റബ്ബേ, എന്റെ ഹൃദയത്തിനെ പ്യൂരിഫൈ ചെയ്ത് എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റണം റബ്ബേ, നിന്റെ സംസാരം എനിക്ക് കേൾക്കാൻ പറ്റണം റബ്ബേ, അത് മനസ്സിലാക്കാൻ പറ്റണം റബ്ബേ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റണം റബ്ബേ, അതെന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റണം റബ്ബേ എന്ന് നമുക്ക് മാറിയിരുന്ന് 2 മിനിറ്റ് മതി ഇതിന്, വെറും 2 മിനിറ്റ് നമുക്കത് ചെയ്യാൻ പറ്റണം. എന്നിട്ട് നമ്മൾ ഖുർആൻ പാരായണത്തിലൂടെ അതിനെ കൂടുതൽ സ്ട്രോങ് ആക്കണം. നമ്മളെ നമസ്കാരങ്ങളിലുള്ള നമ്മുടെ ഹൃദയങ്ങളെ തിരിച്ചു പിടിച്ച് നമ്മൾ കൂടുതൽ സ്ട്രോങ് ആക്കണം. കാരണം നമ്മള് നാച്ചുറലി ഫോർഗറ്റ്ഫുൾ ആണ്, മറക്കുന്ന ആളുകളായിട്ടാണ് മറവിയുള്ളവരായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ പുറമെ ശൈത്താനും വരും, അല്ലെ? നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദുനിയാവിയായിട്ടുള്ള പല പളപളപ്പും കാണിച്ച് തന്ന, അതിലിഷ്ടം ഇതിലിഷ്ടം, അല്ലെ? പല പുതിയ പരസ്യങ്ങളും പല പുതിയ നോട്ടിഫിക്കേഷനും കാണുമ്പോൾ നമുക്ക് മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. സുബ്ഹാനല്ലാഹ്. നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ, എവിടെന്നെങ്കിലും വരുന്ന എന്തെങ്കിലുമൊക്കെ എടുത്തില്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫുൾ ടൈം സുബ്ഹാനല്ലാഹ് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാ, അല്ലെ? ഫുൾ ടൈം ക്ലാസ്സിലാണ്, എന്നാൽ നമുക്കൊരു പ്ലാനും ഇല്ല. ആ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നമ്മളെ ഹൃദയം നമുക്ക് ഇഷ്ടമുള്ളതിലേക്ക് അങ്ങോട്ട് കൊടുക്കും, അല്ലെ? ചിന്തകളിലേക്കും അലസതകളിലേക്കും നമ്മൾ കൊടുക്കും. സുബ്ഹാനല്ലാഹ്. നമുക്ക് പ്രോപ്പർ ആയിട്ട് അള്ളാഹുവിലേക്ക് നമ്മളെ ഹൃദയത്തെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം തസ്കിയ എന്ന് പറയുന്നത് ഒരു ഡെയിലി പ്രൊജക്റ്റ് ആണ്, എന്നും ചെയ്യേണ്ട പ്രൊജക്റ്റ് ആണ് തസ്കിയ, ഹൃദയത്തിന്റെ ശുദ്ധീകരണം. ഓരോ ദിവസവും സുബ്ഹാനല്ലാഹ്, ഒരു ചെടീനെ, അല്ലെ, നമ്മൾ വെള്ളം ഒഴിച്ച് വളമിട്ട്, അല്ലെ, നമ്മളെ മക്കളെ നമുക്ക് ഒരു ദിവസം, അല്ലെ, ഉമ്മമാർക്ക് മക്കളെ വിട്ടു നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ബേജാറുകളായിരിക്കും. ഇനി ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം വിളിച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, അല്ലെ? ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5-6 വയസ്സ് വരെയെങ്കിലും സുബ്ഹാനല്ലാഹ് അത് കൊടുക്കണേ, ഇത് കൊടുക്കണേ, ആ സമയത്ത് അങ്ങനെ ചെയ്യണേ, ഈ സമയത്ത് ഇതിങ്ങനെ ചെയ്യണേ, ഒരു ദിവസം, അല്ലെ? ചില ഉമ്മമാർക്ക് കുറച്ച് നേരം പോലും വിട്ടു നിന്നാല് ഇതുപോലെ പ്രശ്നമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതിനേക്കാൾ ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തിന്റെ തസ്കിയും. ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പാണ് ആ തസ്കിയയുടെ ലാഡറിൽ അള്ളാഹുലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നതിൽ. അതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ കിട്ടിയേ മതിയാകും. ഓർമ്മപ്പെടുത്തലുകൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വർക്ക് ആവുക നമ്മുടെ റബ്ബുമായിട്ട്, ഖുർആനുമായിട്ടുള്ള എൻഗേജ്മെന്റ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ സസ്റ്റെയിൻ ചെയ്യുന്ന, നിലനിർത്തുന്ന നമ്മളുടെ ഹൃദയത്തോടു കൂടിയുള്ള ഇബാദത്ത്, ഫോക്കസ്ഡ് ആയിട്ടുള്ള പഠനങ്ങൾ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ ആ ഒരു ഏറ്റവും ആത്യന്തികമായിട്ട് നമുക്ക് കിട്ടേണ്ട പ്രൈസ്, അല്ലെ, ജന്ന, അതിനകത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനം, അത് മനസ്സ് കണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ആ ഒരു ഫോക്കസിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ മറക്കാൻ നമ്മൾ ഹൃദയത്തിനെ അനുവദിച്ചുകൂടാ. സുബ്ഹാനല്ലാഹ്. നമ്മൾ മറന്നു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ എല്ലാം, അല്ലെ, ആ നമുക്ക് ജന്നത്തിലേക്ക് എത്തേണ്ടതായ എല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് അല്ലാഹു എടുത്തു കളയും. സൂറത്ത് ഹശ്റിൽ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും.
അള്ളാഹുവെ മറന്നു കളഞ്ഞ ഒരു വിഭാഗത്തെ പോലെ നിങ്ങൾ ആകരുത്. തന്മൂലം അള്ളാഹു അവർക്ക് അവരെ പറ്റി തന്നെ ഓർമ്മയില്ലാതാക്കി. ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില സമയത്ത് നമ്മളിങ്ങനെ ഒരു തരം ഫീലിംഗ്, അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ലാണ്ട് നിസ്സംഗമായിട്ട് നമ്മൾ സമയങ്ങൾ കളയുന്ന സാഹചര്യങ്ങൾ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. ഈവൻ നമ്മൾ വലിയ തെറ്റുകൾ ചെയ്യുന്നുണ്ടാവില്ല, ആരോടും ആരെക്കുറിച്ച് മോശമായിട്ട് പറയുന്നുണ്ടാവില്ല, ഈവൻ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുന്ന പോലും ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ചീത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സുബ്ഹാനല്ലാഹ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത് കുറേ നേരം ഒന്നും ചെയ്യാണ്ട് നമ്മളെ തന്നെ മറന്നിട്ട് ഇങ്ങനെ കളയുന്നുണ്ടാവും. പിന്നെ കുറേ നേരം കഴിയുമ്പോൾ അല്ലാ ഞാൻ എത്ര സമയം കളഞ്ഞേ ല്ലേ. അപ്പൊ നമ്മൾ അള്ളാനെ മറക്കുന്നത് കൊണ്ടാണ്, നമ്മളുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ഓർമ്മകൾ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്. അത് അള്ളാഹ് നമ്മളെ വീണ്ടും 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 ഓർമ്മിപ്പിച്ചിട്ടും അതിനെ നമ്മൾ അവഗണിച്ച് 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 അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളെ പറ്റി തന്നെ ഓർമ്മയില്ലാതാക്കി മാറ്റുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. സുബ്ഹാനല്ലാഹ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിമൈൻഡർ ഈ ആയത്തിലുണ്ട്. സൂറത്ത് തൗബയിൽ നസുല്ലാഹ ഫനസിയഹും, അവർ അള്ളാഹുവെ മറന്നു, അപ്പോൾ അള്ളാഹു അവരെയും മറന്നു. ശരിക്കും ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കല്. അള്ളാഹിനെ മറന്നൊരു കൗമ്, അവരങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, ഈ ഓരോ ആയത്തിനും ഉണ്ടല്ലോ പല 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 ലെവലുകളുണ്ട്, പല ലെയറുകളുണ്ട്. വളരെ ഡീപ്പായിട്ടുള്ള ഓരോ ആയത്തും നമ്മളോട് ഓരോന്ന് പറയുന്നുണ്ട്, ഓരോരുത്തരോട് ഓരോന്ന് പറയുന്നുണ്ട്, നമ്മളോട് തന്നെ ഓരോ സാഹചര്യത്തിൽ ഓരോന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണോ വേണ്ടത് അത് പറയും. നാളത്തെ അവസ്ഥ മാറിയ അപ്പം വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ വേറൊന്നും പറയും. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ടാണ് ഖുർആൻ നമ്മൾ മാത്രമായിട്ടുള്ള ഖുർആനുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ആവശ്യം. എപ്പോഴും ടീച്ചേഴ്സ് പറയുന്നത് അൽഹംദുലില്ലാ ഒരു പരിധി വരെ അൽഹംദുലില്ലാ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ എപ്പോഴും ടീച്ചേഴ്സിന്റെ ചിന്തയ്ക്ക് അപ്പുറമായിട്ട്, കാരണം നമ്മളെ ജീവിതം നമ്മൾ ജീവിക്കുന്നത് അല്ലെ. ഈ നസുല്ലാ ഫനസീഹം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അവസ്ഥയിൽ നിന്നും പല റിമൈൻഡേഴ്സാ തരാം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ആ ഒരു അനുഭൂതി ഖുർആനും നമ്മളും അള്ളാഹുമായിട്ടുള്ള ആ ഒരു എൻഗേജ്മെന്റ്, ഹൃദയം കൊടുത്തുകൊണ്ടുള്ള ഒരു എൻഗേജ്മെന്റ്, അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. സുബ്ഹാനല്ലാഹ്, ഈ